ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് SJVN ലിമിറ്റഡ് പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അത് മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ SJVN എന്ന് പറയുന്ന ലിമിറ്റഡ്. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ബിസിനസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓർത്തിരിക്കുക. സോ ഇപ്പം ഇതിനെ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്ന് പറയുന്ന പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി ആണ് വിളിച്ചിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ 50,000 മുതൽ 1,60,000 വരെയാണ് സാലറി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഒരു വർഷം, അതായത് ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നീട് നിങ്ങളെ അവർ പെർമനൻ്റ് ആക്കും. വിത്ത് ഈ പേ സ്കെയിലിൽ തന്നെ നിങ്ങളെ പെർമനൻ്റ് ആക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, സക്സസ്ഫുൾ കംപ്ലീഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേ ലെവലിൽ തന്നെ നിങ്ങളെ അവർ പെർമനൻറ്റ് ജോലിയാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് സിവിലാണ്. സിവിലേക്ക് ബാച്ചിലർ 4 വർഷത്തെ സിവിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കും. സിവിലിൽ ജനറൽ കാറ്റഗറി 50 വേക്കൻസി, SC 5 SC ST അങ്ങനെ ടോട്ടൽ 30 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കലാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലും ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 15 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 15 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഗ്രാജുവേറ്റ് വിത്ത് 2 years MBA അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്കും ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റിലാണ് വിളിച്ചിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റ് എഞ്ചിനീയർക്ക് അപ്ലൈ ചെയ്യാം. എൻവയോൺമെൻറ്റൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 7 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ജിയോളജിയാണ്. MSc MTech ഇൻ ജിയോളജി ഓർ അപ്ലൈഡ് ജിയോളജി ഓർ ജിയോ ഫിസിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് എഞ്ചിനീയറിംഗ് ജിയോളജി ഉള്ളവർക്ക് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ MSc MTech ഇൻ എഞ്ചിനീയറിംഗ് ജിയോളജി പഠിച്ചവർക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. ടോട്ടൽ 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 6 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഫിനാൻസ് ആണ്. ഫിനാൻസ് CA ICWA അല്ലെങ്കിൽ CMA 2 വർഷത്തെ MBA ഫിനാൻസിലുള്ളവർക്കും ഇതൊക്കെ അപ്ലൈ ചെയ്യാം. 20 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ലോ ആണ്. ലോയിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലോയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ LLB പഠിച്ചവർക്കും അതുപോലെ തന്നെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് LLB എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടോട്ടൽ 144 വേക്കൻസിയാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ SC ST PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ബാക്കി കാൻഡിഡേറ്റിന് 55% മാർക്കും വേണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഫൈനൽ ഇയർ പഠിക്കുന്ന കാൻഡിഡേറ്റിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർ 31/7/2025 മുമ്പ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അതുപോലെ SSO ക്വാളിഫിക്കേഷൻ അതെല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ SC ST 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, PWD ജനറൽ കാൻഡിഡേറ്റിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു CBT എക്സാം ഉണ്ടായിരിക്കും. പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. CBT എക്സാം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറത്തെ എക്സാമാണ്. 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് ലാംഗ്വേജ് വരുന്നത്. ബൈ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും. സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കിങ് ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് വെച്ച് കിട്ടും. നെഗറ്റീവ് മാർക്ക് ഇല്ലെന്ന് ഇവിടെ ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നുണ്ട്. ഇനി എക്സാം സെൻറ്റർ, ടെസ്റ്റ് സെൻറ്റർ എവിടെയാണെന്ന് വെച്ചാൽ ന്യൂഡൽഹി, അതുപോലെ ചണ്ഡീഗഡ്, അതുപോലെ ഇറ്റാനഗർ അരുണാചൽ പ്രദേശ്, പിന്നെ ഡെറാഡൂൺ, പിന്നെ ഹിമാചൽ പ്രദേശിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് എക്സാം സെൻറ്റർ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ 2 പ്രിഫറൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിഫറൻസ് 2 എണ്ണം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡെറാഡൂൺ ഇറ്റാനഗറും കൊടുക്കാം. അങ്ങനെ പ്രിഫറൻസ് 2 എണ്ണമായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.svn.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എക്സാം ഫീസ് നോക്കുകയാണെങ്കിൽ 600 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റിനൊക്കെ വരുന്നത്. SC ST EWS PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിന് ഫീ പേയ്മെൻറ്റ് ഇല്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റിന് 600 രൂപയാണ് ഫീ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുക. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 28/4/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 18/5/2025. അതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. SJVN എന്ന് പറയുന്ന ലിമിറ്റഡ് നവരത്ന കമ്പനിയാണ് നോക്കിയിരിക്കുക. മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ വരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ്റെ കീഴിൽ വരുന്ന ഒരു അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലെല്ലാം അപ്ലൈ ചെയ്യുക. SJVN ലിമിറ്റഡ് നവരത്ന മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ്. പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലെല്ലാം അപ്ലൈ ചെയ്യാൻ. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.